ഹായ്, ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ട് പേരുടേതാണ്. രണ്ട് പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ ഒരു വർഷത്തിൽ കൂടുതലായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. ഇപ്പോൾ അത് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഹെയർ നന്നായിട്ട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടിപ്പാണ്. കാരണം നമ്മൾ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ വളഞ്ഞ് ഇറങ്ങുമല്ലോ. ഒരുപാട് വളവ് കാണത്തില്ല, എന്നാലും നമ്മുടെ ബേബി ഹെയറൊക്കെ വെച്ചാൽ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ കിളിർത്ത് വരുവാണെങ്കിൽ ആ ഹെയർ വളഞ്ഞിട്ടായിരിക്കും ഇറങ്ങുന്നത്. അല്ലാതെ നമ്മുടെ ചെയ്തിട്ടുള്ള ഹെയർ കിളിർത്ത് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ബേബി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. എന്നാലും ആ ബേബി ആയിട്ട് ഇറങ്ങുന്ന ഹെയർ 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് റൂട്ട് ടച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹെയർ ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം ഒക്കെ യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആദ്യം ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക. അതിനുശേഷം 80% ഡ്രൈ ആയതിനു ശേഷം വേണം സിറം നമ്മൾ ഈ എൻഡിലേക്ക് കൊടുക്കാനായിട്ട്. 80% എന്ന് വെച്ചാൽ ടവൽ വെച്ച് കെട്ടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ 80% ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്നിട്ട് അത് ഒരു ചീപ്പ് കൊണ്ട് ചീകുക. ബ്രഷ് വെച്ച് അകലമുള്ള ബ്രഷ് വെച്ച് വേണം ചീകാനായിട്ട്. ചീകിയിട്ട് അത് ഡ്രയർ വെച്ച് ഉണക്കണം. അത് എങ്ങനെയാണെന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം. ബ്രഷും കാണിച്ചു തരാം. അകലമുള്ള ബ്രഷ് ഇതാണ്. അകലമുള്ള ബ്രഷ് ഇത് വെച്ച് നന്നായിട്ട് നമ്മൾ ഹെയർ ഇങ്ങനെ ചീകി കൊടുക്കണം. ചീകി കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് ഓടൊക്കെല്ലാം നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ സിറം വെച്ചാൽ 80% ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യുമല്ലോ. അതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യാൻ മതി. ബ്രഷ് വെച്ച് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രയർ എടുത്തിട്ട്, ഈ ഡ്രയർ നല്ല ചൂട് കാറ്റാവരുത്, ചൂടാകരുത്. അതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിനകത്തിലിപ്പം മുകളിലുള്ളത് കൂളിംഗ് ആണ്, താഴെയുള്ളത് ഹോട്ടുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഈ കൂളിങ് ഫുള്ളിടുക, എന്നിട്ട് ഹോട്ട് ഹാഫേ ആക്കാവൂ. ഹാഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഡ്രയർ ചെയ്യാനായിട്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രയർ ചെയ്ത് ഇങ്ങനെ 2 പാർട്ടായിട്ട് എടുത്തിട്ട് വേണം ഡ്രയർ ചെയ്യാനായി. ഡ്രയർ ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തും നമ്മൾ ഡ്രയർ ചെയ്യുക. ഡ്രയർ ചെയ്ത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹെയർ ചെയ്തിട്ടിട്ട് പോയ ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ കിടക്കും നമ്മുടെ ഹെയർ. കാരണം ഒരുപാട് ചൂടിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയർ ഉണക്കരുത് കേട്ടോ, നല്ല ചൂടിൽ. അതല്ല, പിന്നെ നല്ല ചൂടിലിട്ട് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നല്ല ചൂടിലിട്ട് ഉണക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാഫ് ഞാൻ പറഞ്ഞ അതേപോലെ ഇട്ട് ചെയ്താൽ അതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഹെയർ നിവർന്ന് കിട്ടും. അത് കുറച്ച് പോരാ, നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ പിടിച്ച് എല്ലാ ഭാഗവും കൊടുത്ത്, അപ്പോൾ തന്നെ നമ്മൾ ഈ ആദ്യം ബ്രഷ് വെച്ച് ചെയ്ത് കാരണം നന്നായിട്ട് അതങ്ങ് സ്ട്രെയിറ്റായിട്ട് തന്നെ നിവർന്ന് കിട്ടിക്കോളും നമുക്ക് ഹെയർ. അതപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ ഹെയർ രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഹെയർ. ഇപ്പോൾ ഈ ഹെയർ നമ്മുടെ അടുത്ത് ചെയ്തിട്ട് പോയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ ഹെയറാണ്. അപ്പോൾ ഹെയറിനൊരു കുഴപ്പമില്ല, ചെയ്തിട്ട് പോയാൽ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് ഹെയർ. പക്ഷേ ഇപ്പോൾ ഈ കുട്ടിക്ക് നന്നായിട്ട് ഹെയർ ഷോർട്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെയറൊന്നും വേണ്ട, നന്നായിട്ട് ഷോർട്ടാക്കി അതിനകത്ത് നമ്മൾ ഹൈലൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഹെയറിന്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഹെയറിന് നല്ല വോളിയം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിരിക്കും ഹെയറിന്. അപ്പോൾ ഈ കളറാകുമ്പോൾ ഫെയ്ഡ് ആവത്തില്ല ഈ കളർ. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ ചെയ്യുന്നത്. അതല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഹെയർ ഹൈലൈറ്റിൻ്റെ കളറ് ഫെയ്ഡാവും. അതുകൊണ്ട് കൂടുതലും ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പം നല്ല കേൾസുള്ള ഹെയറും ഡ്രൈനെസ്സും ഉണ്ട് ഹെയറിന്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈനെസ് കൂടുതലുള്ള ഹെയർ ആയതുകൊണ്ട് ഇത് മാസത്തിലൊരു ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലിക്വിഡ് പ്രോട്ടീൻ ആകുമ്പോൾ ഹെയറിന് ഡ്രൈനെസ്സും മാറും, ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളും എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്താണ്. അപ്പം നന്നായിട്ട് ഹെയർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിളിർത്ത് വരും നമ്മൾ പ്രോട്ടീൻ ചെയ്താൽ. ലിക്വിഡ് പ്രോട്ടീൻ നമുക്ക് ഹെയർ താഴോട്ടുള്ള ഹെയറിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും എല്ലാം നല്ലതാണ് ലിക്വിഡ് പ്രോട്ടീൻ.
അപ്പോൾ ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമുക്ക് കെട്ടി. അപ്പം ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലെത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെയും, ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.